ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ വീട്ടിൽ നട്ട് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന കുറേ ചെടികളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. കുറേ എണ്ണമൊക്കെ ഞാൻ നട്ടുവെച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള ചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് കറ്റാർ വാഴയും പനിക്കൂർക്കയും കൂടെ ഒന്നിച്ച് നട്ട് വെച്ചാൽ നമ്മളത് കയറി പോകുമ്പോഴും ഇറങ്ങി വരുമ്പോഴും നമ്മളതിന് നോക്കേണ്ട ഒരു പോസിറ്റീവ് ഇതാണ്. നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മറ്റ് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുറേയൊക്കെ ആ ഒരു നെഗറ്റീവിനെയൊക്കെ മാറ്റി വിടും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞായിരുന്നു വേറെ എന്നിലൊക്കെ ചെടിയുടെ ഇതുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വെക്കുന്നതിൻ്റെ കാര്യമില്ല, അടുക്കള വശത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഏരിയ എന്ന് പറയുന്ന അടുക്കളയാണ്. നമുക്ക് നമ്മുടെ എല്ലാവരും ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന അടുക്കളയാണ്. കാര്യം അവിടുത്തെ രാജാക്കന്മാരാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മുടെ അടുക്കള വശത്ത് നടേണ്ട ചെടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ അടുക്കള വശത്ത് നമുക്ക് ആദ്യം ഏറ്റവും നല്ലത് നമ്മുടെ അടുക്കള വശത്ത് വടക്ക് വശത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വടക്ക് വശം പറഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നിടത്ത് തന്നെ വെക്കണം. വടക്ക് വശമാണ് ഉത്തമം. പക്ഷേ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഡോറ് തുറക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റുന്നിടത്തായിരിക്കണം അത് വെക്കുന്നത്. ഇപ്പോൾ വടക്ക് വശം അല്ലാതെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഡോറ് തുറന്ന് നോക്കുന്നതേ ഈ ചെടിയെ കാണുന്ന രീതിക്കായിരിക്കണം ഈ ചെടി വെക്കേണ്ടത്. അപ്പം രാമതുളസി എന്ന് പറഞ്ഞ ഒരു തുളസിയുണ്ട്, അത് ചെടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അതും മഞ്ഞളും കൂടെ ഒന്നിച്ച് നടുക. ഇത് രണ്ടും രണ്ടായിട്ടല്ല, ഒരു ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ നിലത്താണേലും ചിലയിടത്തൊക്കെ വീടിന് ഇഷ്ടം പോലെ പുറവശത്തൊരു മിറ്റമുള്ളവരൊക്കെ കാണും. അങ്ങനെയുള്ളിടത്ത് നമ്മൾ അത് നിലത്ത് നട്ടു വെച്ചാലും കുഴപ്പമില്ല. മഞ്ഞളും രാമതുളസിയും കൂടെ ഒന്നിച്ച് നട്ടു വെക്കുക. അത് വെക്കുന്ന നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് നല്ലതാണ്. അവർക്ക് നല്ല ഐശ്വര്യവും നല്ല ഉയർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഈ രാമതുളസിയും മഞ്ഞളും കൂടെ നമ്മുടെ അടുക്കള വശത്ത് ആ വശത്ത് കൊണ്ടുപോയി വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കാൻ പാടില്ല. നമ്മൾ ഇത് വെക്കുന്നിടത്ത് നമ്മൾ മീൻ വെട്ടിയ വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കരുത്. അതൊക്കെ മാറ്റി ഒഴിക്കുക. ഇത് വെക്കുന്നിടം ശുദ്ധവൃത്തിയോടുകൂടി തന്നെ കിടക്കണം. നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യണം. കാട് പിടിച്ചൊക്കെ കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ ഇത് നമുക്ക് അടുക്കളയിൽ നിന്ന് ഡോറ് തുറന്ന് നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ. പിന്നെ ഇത് ഉണങ്ങിപ്പോകാതെയും നമ്മൾ ഞാൻ പറയുന്ന ഇത്രയും ചെടികളും ഉണങ്ങിപ്പോകാതെയും അതിന് വെള്ളം ഒഴിച്ചും നല്ലപോലെ അതിനെ സംരക്ഷിക്കും തോറും നമുക്ക് അതിനുള്ള ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെയുള്ള എന്നാന്ന് വെച്ചാൽ മന്ദാരം ശംഖുപുഷ്പവും. അപ്പോൾ കുറച്ച് വെച്ചാൽ പറയാമെന്ന് കുറച്ചെന്ന് വെച്ചാൽ കുറേ ചെടികളുള്ളതുകൊണ്ട് ഞാൻ നട്ടതൊക്കെ എനിക്ക് ഇതായിട്ടുണ്ട്. അല്ലാത്തൊക്കെ ഞാൻ പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇടയ്ക്ക് എനിക്ക് നോക്കുന്നത്. അപ്പം മന്ദാരവും ശംഖുപുഷ്പവും അത് അച്ചിട്ടോ ആ രണ്ട് ചെടി മന്ദാരവും ശംഖുപുഷ്പവും അത് രണ്ടും അമ്പലത്തിലെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന പൂക്കളാണ്. അപ്പം അതും ഒന്നിച്ച് ഈ മന്ദാരം നട്ടേച്ച് അത് ഇച്ചിരി ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ശംഖുപുഷ്പം കയറ്റി വിടാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതും ഒന്നിച്ചാണ് നടേണ്ടത്. ഈ മന്ദാരം ശംഖുപുഷ്പവും ഒന്നിച്ചാണ് നടേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴയും പനിക്കൂർക്കയിലയും അതും നമ്മൾ ഒന്നിച്ചാണ് നടേണ്ടത്. അതും ഒന്നിച്ച് നമ്മുടെ അടുക്കള വശത്ത് നമ്മൾ ഡോറ് തുറക്കുന്നതേ കാണാൻ പറ്റുന്നിടത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടോട്ടായിട്ട് വെക്കുക. മഞ്ഞളും വെറ്റിലയും കൂടെ നല്ലതാണ്. അത് നമ്മുടെ വീട്ടിലെ ദുഃഖങ്ങളൊക്കെ മാറാനും അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരുപാട് ദുഃഖങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് വരാറില്ലേ, അങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ വീട്ടിൽ മാറിപ്പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ മഞ്ഞളും വെറ്റിലയും കൂടെ നടുന്നത്. പിന്നെ നല്ലതാണ് നമ്മുടെ തെരളി എന്ന് പറയും. പിന്നെ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ വഴനയെന്ന് പറയും. ചെറുത്ത് തെരളി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കുന്ന ഇലയില്ലേ, കുമ്പളയില എന്നൊക്കെ എൻ്റെയൊക്കെ നാട്ടിൽ പറയും. ഇവിടെയൊക്കെ വഴനിലയെന്ന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് അതിന് പറയുന്നത്. അതും കറിവേപ്പും കൂടെ കരിവേപ്പ് എന്നൊക്കെ ഓരോ സ്ഥലത്ത് പറയും. കറിവേപ്പും കൂടെ ഒന്നിച്ച് ഈ രണ്ട് ഇതും കൂടെ ഒന്നിച്ച് നടുന്നത് നല്ലതാണ്. അതും നമ്മുടെ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലെന്ന് പറഞ്ഞാൽ കവുങ്ങ് അത് നമ്മുടെ വീടിൻ്റെ വടക്കുവശത്ത് ഇടുന്ന ഏറ്റവും ഉത്തമമാണ്. അത് ഇച്ചിരി കവുങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി വലുതാണെന്നില്ല, നമ്മുടെ മുറ്റത്ത് അടിയിലടക്കത്തില്ല, നമ്മുടെ പറമ്പിൻ്റെയൊക്കെ അങ്ങോട്ട് ഇച്ചിരി നീക്കി നടുക. കവുങ്ങും അതിൻ്റെ അതേ നമ്മൾ വെറ്റില കയറ്റി വിടുന്നത് നല്ലതാണ്. കവുങ്ങയിലോട്ട് വെറ്റില കയറ്റി വിടുന്നത് നല്ല ഐശ്വര്യമാണ് വീടിനുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ
മുറ്റത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തെരളിയും കറിവേപ്പൊക്കെ അതൊക്കെ വലിയ മരമാണെന്നാണ് കേട്ടോ. വീണ്ടും മുറ്റത്തോട് പെരയോട് ചേർന്ന് നടാതിരിക്കുക. അത് ഇച്ചിരി നീക്കി നടുക. അതിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറ്റാർവാഴയും നമ്മളെ പനിക്കൂർക്കയും കൂടെ നടുന്നില്ലേ, അത് ഒരു കാരണവശാലും അത് ഉണങ്ങിപ്പോകാൻ പാടില്ല കേട്ടോ, ദോഷമാണ്. അത് നിലത്ത് നട്ട് വെക്കുന്നതായിരിക്കും കൂടുതലും നല്ല കാര്യം. നിലത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചാണല്ലോ, ഒരു ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും. ചെടിച്ചട്ടി വെച്ചാൽ നിലത്ത് വെക്കാമെങ്കിൽ അത്രയും പ്രശ്നം വരുന്നില്ല. നമ്മൾ ഇച്ചിരി മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുത്ത് ഇച്ചിരി കരികിലൊക്കെ അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്ത് ഇച്ചിരി നനച്ച് കൊടുത്താൽ ഒരു 2 ദിവസമൊക്കെ നനവ് അവിടെ നിൽക്കും. നമ്മളെവിടെയൊക്കെ പോകുമ്പോഴായിരിക്കും അതിന് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ചെടിച്ചട്ടി നടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ മുറ്റത്ത് നടുന്നതായിരിക്കുന്നത്. പിന്നെ എന്നു വെച്ചാൽ ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ മുറ്റത്ത് നടിയിച്ചൊന്നും നടക്കത്തൊന്നുമില്ല. അവർക്ക് ചെടിച്ചട്ടിയിൽ നല്ലപോലെ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കുക. ചകിരിച്ചോറൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്ത് നല്ല ഇതായിട്ട് ഇച്ചിരി ഇതാക്കി ചകിരിച്ചോറിനൊക്കെ ഇച്ചിരി നനവ് നിൽക്കുന്നതാണ്. അങ്ങനെയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്നു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. കുപ്പി എടുക്കുക. കുപ്പി എടുത്ത് അതിനകത്ത് വെള്ളം നിറച്ച് ഒരു കുഞ്ഞ് കിഴുത്ത സൂചി കൊണ്ടിടുക. ഓരോ തുള്ളി വീതം വെള്ളം വീഴുന്ന രീതിക്ക്. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് ഫുള്ള് തുറന്ന് വെക്കല്, ഒരു കുറച്ച് തുറന്ന് വെക്കുക. ഒത്തിരി തുറന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വീണ് പെട്ടെന്ന് ആ കുപ്പിയിലെ വെള്ളം അങ്ങ് തീർന്നു. കുറച്ചൊന്ന് തുറന്ന് വെക്കുക അടപ്പ്. എന്നിട്ട് അത് ഈ ചെടിയുടെ ചുവട്ടിലോട്ട് വെക്കുകയാണെങ്കിൽ ഓരോ തുള്ളി വീതം എപ്പോഴും പല തുള്ളി പേര് വെള്ളമെന്നാണല്ലോ, എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിച്ച് പോകാം. അത് ചെടിച്ചട്ടി നടന്ന് ഏത് ചെടിക്കാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. 1 2 കുപ്പി ഇങ്ങനെ എടുത്ത് വെക്കുക. വെച്ച് 2 സൈഡിൽ കൂടെ അതിന് ആ തണ്ടിനോട് ചേർത്ത് വേണം വെക്കാനായിട്ട് ഈ വെള്ളം വീഴുന്നത്. അങ്ങനെ വെച്ചേക്കുക. അത് കുറേശ്ശെ വീണ് ആ ചെടി ഉണങ്ങിപ്പോകാതെ വാടാതെ അത് അതേ ഇതായിട്ട് തന്നെ നിന്നോളും. അങ്ങനെ ചെയ്തേച്ച് പോകാം. എന്ന് വെച്ചാൽ ഇത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ചെടിച്ചട്ടി നടുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. നിലത്ത് നടുന്നവർക്ക് കുഴപ്പമില്ല. അതിന് ഇങ്ങനെ കരിയിലൊക്കെ ഇച്ചിരി കൂട്ടിയിട്ട് മണ്ണൊക്കെ കൂട്ടിയിട്ട് വെള്ളമൊക്കെ അതൊക്കെ അറിയാമല്ലോ. അങ്ങനെയൊക്കെ ചെടികളൊക്കെ നടുന്നവർക്ക് അറിയാമല്ലോ. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് വാടാതൊക്കെ സൂക്ഷിക്കുന്നത്. പിന്നെ നല്ല ഉത്തമമായ ഒരു കാര്യമാണ് നമ്മൾ മഞ്ഞൾ നടുന്നത് നമ്മുടെ വടക്കോശത്ത് നടാമെന്നുണ്ട് കേട്ടോ. ഏറ്റവും നല്ലത്. ഞാനിവിടെ എനിക്ക് മുറ്റത്ത് കോൺക്രീറ്റ് ചെയ്തേക്കുവാണ് അവിടെ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള നിലത്തൊന്നും നട്ടു വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കട്ടയൊക്കെ വെച്ച് കെട്ടി ഇച്ചിരി മണ്ണൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്ത് മഞ്ഞൾ അതിനകത്ത് നിറച്ച് നട്ടു വെച്ചൊക്കെ വടക്കോശത്തായിട്ട്. അതൊക്കെ എനിക്ക് നമ്മൾ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റും. എല്ലാവരും പറയും ഇത് ചുമ്മാതാണ്, ഇതൊക്കെ അന്ധവിശ്വാസം. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ലെന്നേ. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ട്. അതുപോലെ തന്നെ ദൈവമുണ്ട്, പിശാചും ഉണ്ട് നമ്മൾ പറയുന്നത് തന്നെ. ഇതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന് വരുന്ന മാറ്റങ്ങൾ. നമ്മളിതൊന്ന് ചെയ്ത് വെച്ച് നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. ചിലപ്പം 1 ദിവസം 2 ദിവസം കൊണ്ടായിരിക്കില്ല, പതിയെ ആയിരിക്കും അതിനുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ചെടികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും അടുക്കള വശത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിന് നല്ല ഐശ്വര്യമാണ്. അത് നമ്മൾ കണി കാണുന്നത് തന്നെ നല്ലതാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കറ്റാർവാഴയും പനിക്കൂർക്കയിലും അത് ഉത്തമമാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് വെച്ചാലും ഉത്തമമാണ്, പുറവശത്ത് വെച്ചാലും ഉത്തമമാണ്. അത് കാണുന്നത് ഒരു പ്രത്യേകതയാണ്, നമുക്ക് പോസിറ്റീവാണ്, വീടിന് ഐശ്വര്യമാണത്. അത് ഒന്നിച്ച് വേണം നട്ട് വെക്കാനായിട്ട്. രണ്ട് ഇതായിട്ട് വെക്കരുത്. ഇതായിട്ട് വെക്കാതെ ഒന്നിച്ച് വേണം നട്ട് വെക്കാനായിട്ട്. എന്നാലേ നമുക്കിത്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധാരവും ശംഖുപുഷ്പവും അതും നമുക്ക് നല്ല ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് ആ ചെടികൾ. അതൊക്കെ അതുപോലെ ശംഖുപുഷ്പം എല്ലാവരും പറയും വടക്കോശത്തെ നടാവുള്ളൂ. വടക്കോശത്തെ വീടിൻ്റെ ശംഖുപുഷ്പം നടാവുള്ളൂ. നമ്മൾ വീട്ടിൽ ചെടിയൊക്കെ ആയിട്ട് ഇവിടെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. കാര്യം ശംഖുപുഷ്പത്തിൻ്റെ പൂ ഇട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ശംഖുപുഷ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുപോലെ ഓർമ്മശക്തി നിലനിർത്താനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് ഈ ശംഖുപുഷ്പം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെറും വയറ്റിൽ രാവിലെ ഒരു ഗ്ലാസ്സിലേക്ക് 2 പൂട്ട്. അത് വയലറ്റ് കളറാണ് കൂടുതൽ. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കണ്ട് റെഡ് കളറിലൊക്കെ പോയിട്ട് അത് ഉള്ളതാണോ അതോ ചുമ്മാ ഇട്ടേക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ കയ്യിലുള്ളത് വയലറ്റാണ്. വയലറ്റും ഉണ്ട്, വെള്ളയുണ്ട്. ഈ 2 കളറിൽ പിന്നെ പല എതളോട് കൂടിയുള്ള ശംഖുപുഷ്പങ്ങളുണ്ട്. അതിന് എന്നതൊക്കെയോ പേര് പറയുന്നതൊക്കെ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയത്തില്ല. എൻ്റെ കയ്യിലുള്ളത് ഒറ്റ എതളിൻ്റെയാണ് ശംഖുപുഷ്പമുണ്ട്. അത് നമ്മൾ വെള്ളത്തിൽ 2 പൂട്ടാലും ഒരു വയലറ്റ് കളറാവും വെള്ളത്തിന്. ആ വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ശംഖുപുഷ്പം നമ്മുടെ വീടിൻ്റെ വടക്കോശത്ത് നടന്നാണ് നമ്മുടെ വീടിന് ഏറ്റവും ഐശ്വര്യം എന്ന് പറഞ്ഞത് വടക്കോന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മുടെ ശംഖുപുഷ്പം വീടിൻ്റെ വടക്കോശത്ത് വെക്കുന്ന ഏറ്റവും നല്ലതാണ്. അതുപോലെ നമ്മൾ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ പൂജാമുറി കൊണ്ട് വെക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്തേക്ക് അതിലെ വെള്ളം എടുക്കുന്ന നല്ലതാണ്. പിന്നെ
നമ്മൾ ഈ അമ്പലത്തിൽ പൂ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏത് മതക്കാർക്കും കഴിക്കാം നമ്മുടെ ഈ ശംഖുപുഷ്പം ഇട്ടിച്ചിരി വെള്ളം. അതിന് ജാതി മതമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ചെടികൾ വെക്കുന്നതിനും ഇന്ന മതക്കാരൊന്നും ഒന്നുമില്ല. വിശ്വാസമുള്ള എല്ലാവർക്കും ഇത് നട്ടു വെക്കാം കേട്ടോ. ആർക്കും അങ്ങനെ കുഴപ്പമില്ല. പിന്നെ എന്നോട് എല്ലാവരും ഒരാൾ ചോദിച്ചു, 12 എന്ന ഒരാളെന്നോട് ചോദിച്ചു, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാ മതക്കാർക്കും വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെ ഒന്നുമില്ല. മനുഷ്യരാണോ എല്ലാവർക്കും ചെയ്യാം, വിശ്വാസമുണ്ടോ ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് പ്രയോജനമായി കാണുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ചൊക്കെ ചെയ്ത് എനിക്ക് അനുഭവം ഉള്ളതാണ്. പിന്നെ എനിക്ക് ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.